ഒരു വിളക്കായി ശോഭിക്കാം സഹജർക്കു വെളിച്ചമേകാം. വിശുദ്ധിയിൽ വസിച്ച് വിശ്വസ്തത പുലർത്തി ധീരതയോടു തന്നേല ചെയ്യാം. വിശുദ്ധിയിൽ വസിച്ച് വിശ്വസ്തത പുലർത്തി ധീരതയോടു തന്നേല ചെയ്യാം. ക്രിസ്തുവം പാറമേൽ പണിതുയർത്തിയതാം കുടുംബങ്ങളായിടാം ഒരുമയിൽ നാം. ക്രിസ്തുവം പാറമേൽ പണിതുയർത്തിയതാം കുടുംബങ്ങളായിടാം ഒരുമയിൽ നാം. കുടുംബം ദൈവദാനം സ്നേഹത്താൽ നിറഞ്ഞിടും ഗേഹമത്. കുടുംബം ഒരു വിളക്കായി ശോഭിക്കാം സഹജർക്കു വെളിച്ചമേകാം. ലെബനോനിലെ ദേവദാരുക്കൾ പോലെ ഉറപ്പും ഗുണവും ഉള്ള കുടുംബമാകാം. കുടുംബം ദൈവദാനം സ്നേഹത്താൽ നിറഞ്ഞിടും ഗേഹമത്. കുടുംബം ഒരു വിളക്കായി ശോഭിക്കാം സഹജർക്കു വെളിച്ചമേകാം. I
എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പേരൻസിന് മകൾ റെയിൽവേ സ്റ്റേഷൻ മാസ്റ്ററായിരുന്നു. അമ്മയ്ക്ക്
വൈഫായിരുന്നു. അപ്പം അങ്ങനെ വന്നപ്പോൾ എൻ്റെ ബ്രദർ എന്നെക്കാൾ 5 വയസ്സിലാണ്. അവൻ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ എഴുതി, നിങ്ങളുടെ നാട്ടിലെ ആരെങ്കിലും കർത്താവായ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച വ്യക്തികളെ അറിയാമോ? അങ്ങനെ എൻ്റെ ബ്രദറിന് വന്ന ഒരു എഴുത്താണ് മുൻസാൻ്റെ പേര്. അങ്ങനെ ഞങ്ങൾക്ക് പരിചയമൊന്നുമില്ല. പിന്നെ അത് പപ്പാടയിൽ കൊണ്ടുപോകുമ്പോൾ പപ്പ അതിന് മാറ്റി വെച്ചു. കാരണം തിരുവനന്തപുരത്തൊക്കെ ഉള്ളവർ വലിയ ഡിമാൻഡ്സൊക്കെ ആയിരിക്കും, നമുക്കൊന്നും പറ്റത്തില്ല, അതുകൊണ്ട് അത് വേണ്ടാന്ന് പറഞ്ഞ് 4-5 മാസം അത് മാറ്റി വെച്ചിരുന്നു. പിന്നെ അത് പപ്പ കയ്യിലെടുത്തു, വീടൊക്കെ അന്വേഷിച്ച് തപ്പി പിടിച്ച് തിരുവനന്തപുരത്ത് വന്നു. അത് അപ്പച്ചനുമായിട്ട് സംസാരിച്ചപ്പോൾ അപ്പച്ചനെ രക്ഷിക്കപ്പെട്ട ഒരു പെൺകുട്ടിയാണ് വേണ്ടത്. പക്ഷേ തിരുവനന്തപുരത്ത് ജോലിയുള്ള ഒരു പെൺകുട്ടിയാണ് ആഗ്രഹിക്കുന്നത്. എനിക്കന്ന് അപ്പമ്മ മാനേജ്മെൻറ്റിനാണ് ജോലി. അപ്പോൾ അത് സ്ഥിരമായിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ പിന്നെയും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എനിക്ക് കൃത്യമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ദൈവഹിതം മാത്രമേ എൻ്റെ ജീവിതത്തിൽ നടക്കാവുള്ളൂ. അന്ന് ഞാൻ 13ാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെട്ട കോളേജാണെങ്കിൽ ഞാൻ ഹിന്ദുവുമായിട്ട് നല്ല ബന്ധമാണ്. അപ്പം അങ്ങനെ ഇരുന്നപ്പം 1 വർഷം കഴിഞ്ഞപ്പോൾ ഈ അപ്പച്ചൻ്റെ എഴുത്താണ് തിരിച്ചങ്ങോട്ട് പോകുന്നു. ജസിമോളുടെ വിവാഹം നടന്നിട്ടില്ലെങ്കിൽ അത് തുടർന്ന് നമുക്ക് ആലോചിക്കാമെന്ന്. അപ്പോൾ ഞാൻ വാടകം അത്തമ്മ സ്കൂളിൽ ടീച്ചറായിട്ടിരിക്കുമായിരുന്നു. ഇങ്ങനെ വിവാഹം നടന്നു. പക്ഷേങ്കിൽ ഞാൻ ആ സമയത്ത് തന്നെ 9 വർഷം അധ്യാപികയായിട്ട് ജോലി ചെയ്യാൻ ദൈവത്തിന് കൃപ തന്നു. എല്ലാം പൂർത്തിയായി ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ പലവിധ രോഗങ്ങൾ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ക്യാൻസർ വന്നു, ദൈവത്തിന് വിടുതൽ വന്നു. മുട്ടിനാണെങ്കിൽ പിന്നെ 2 മുട്ടിനും ഓപ്പറേഷൻ നടത്തേണ്ടതായിട്ട് വന്നു. ഒരു മുട്ടിന് 5 മാസം, പിന്നെ ഈ മാസം നടത്തിയത് എല്ലാം ദൈവം അതിശയമായിട്ട് നടത്തി. 70 വയസ്സ് തികയാനായിട്ട് ദൈവം സഹായിച്ചു. ദൈവത്തെ സ്തുതിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. രോഗങ്ങൾ പ്രതികൂലങ്ങളൊക്കെ വന്നപ്പോൾ കൂടുതൽ ദൈവത്തിന് ആശ്രയിക്കാൻ ദൈവം സഹായിച്ചു. ഓരോ പുസ്തകം പറയുന്നത് പോലെ കഷ്ടതയോ പട്ടിണിയോ ആപത്തോ നഗ്നതയോ ഒന്നും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ദൈവത്തിന് വിടാൻ കഴിയുന്നില്ല. 70 വർഷം കാത്തു പരിപാലിച്ച ദൈവത്തെ സ്തുതിക്കുന്നു. സങ്കീർത്തനകാലം പറയുന്ന പോലെ ഞങ്ങളുടെ ആയുഷ്കാല 7 ദിവസം വെച്ചിട്ടും ഏറെയായാൽ 2 ദിവസം നയിക്കപ്പെടാവുന്ന വാസവും ദുഃഖവുമില്ല. അത് വേഗം തീരുകയും ഞങ്ങൾ കടന്നു പോവുകയും ചെയ്യുന്നു. എനിക്ക് ദൈവം തന്ന എല്ലാത്തിനായിട്ടും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കുടുംബത്തിനായിട്ട്, കുഞ്ഞുങ്ങൾക്കായിട്ട്, അവർക്ക് കൊടുത്ത തുണകൾക്കായിട്ട്, കൊച്ചുമക്കൾക്കായിട്ട് എല്ലാം ദൈവത്തോട് നന്ദി പറയുന്നു. ഇടവകയോട് തന്ന ആദരവിനായിട്ട് നന്ദി. ഈ ആദരവൊന്നും നിങ്ങളുടെ തന്ന ആദരവിനായിട്ട് നന്ദി പറയുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കായിട്ട് നന്ദി പറയുന്നു. നിങ്ങളുടെ സ്നേഹത്തിന് നന്ദി പറയുന്നു. തുടർന്ന് പ്രാർത്ഥനയുടെ ഓർമ്മയെ അപേക്ഷിച്ചുകൊണ്ട് ഞാൻ വാർത്തയിലെത്തിക്കുന്നു. ഞാനിപ്പോൾ Yeah.
വാർദ്ധക്യം അനുഗ്രഹമാണെന്ന് ഞാൻ പറയുന്നതിൻ്റെ അടിസ്ഥാന പ്രമാണം ആവർത്തന പുസ്തകം 5-ാം അധ്യായത്തിന് 33-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ തിരുവചനം മോശ മുഖാന്തരം ഇസ്രായേൽ മക്കളെ അറിയിച്ചത് ഇപ്രകാരമാണ്. അത് 3 പദങ്ങൾ ശ്രദ്ധേയമാണ്, ഞാനത് വായിക്കാം. നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിനും നിങ്ങൾക്ക് നന്നായിരിക്കേണ്ടതിനും നിങ്ങൾ കൈവശമാക്കും ദേശത്ത് ദീർഘായുസ്സോടിരിക്കേണ്ടതിനും നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള എല്ലാ വഴിയിലും നടന്നുകൊള്ളുവീൻ. 3 പ്രധാന പദങ്ങൾ ശ്രദ്ധേയമാണ് അവിടെ. ജീവിച്ചിരിക്കണം, നന്നായിരിക്കണം, ദീർഘായുസ്സോടിരിക്കണം. അപ്പം ദീർഘായുസ്സോടിരിക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഇത് 3 നടക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമോ? ദൈവം നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള എല്ലാ വഴിയിലും നടന്നുകൊള്ളുവീൻ. 23-ാം അധ്യായത്തിന് തുടക്കം നാം വായിക്കുകയാണെങ്കിൽ അവിടെ കാണുന്നു, ഇസ്രായേൽ മക്കൾക്ക് ദൈവം സ്വസ്ഥത നൽകി, ശത്രുക്കളെല്ലാം കീഴടക്കി, വാഗ്ദത്ത കനാൻ കൈവശമാക്കി,
ഇസ്രായേൽ ഗോത്രങ്ങൾക്ക് അവകാശമായി പങ്കിട്ട് കൊടുത്തു. അതിനുശേഷം ജോഷുവ പറയുന്ന ഒരു കാര്യമുണ്ട്. ജോഷുവ വയസ്സനായി വൃദ്ധനായ ആ സമയത്ത് എല്ലാവരെയും വിളിച്ചുകൂട്ടി, എല്ലാ ഇസ്രായേലിനെയും വിളിച്ചുകൂട്ടി അവരോട് പറയുന്ന ചരിത്ര സത്യങ്ങളുണ്ട് അവിടെ, അതൊന്നും ഞാൻ വിവരിക്കുന്നില്ല. പക്ഷെ 3 പദങ്ങൾ ജോഷുവ പറയുന്നത് ശ്രദ്ധേയമാണ്. നമ്മുടെ കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്കും മുൻപോട്ടുള്ള യാത്രയ്ക്കും ദൈവരാജ്യത്തിന് മഹിമയ്ക്കും ഈ പദങ്ങൾ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് മുൻപോട്ട് പോകുകയാണെങ്കിൽ കൊടുങ്കാറ്റും പെരുങ്കാറ്റും വരുമ്പം, ജീവിതമാകുന്ന തോണി ആടി ഉലയുമ്പോൾ, കുടുംബം തകർക്കപ്പെടുവാൻ ശത്രു ശ്രമിക്കുമ്പോൾ, ദൈവിക പദ്ധതി നമ്മിൽ കൂടി നമ്മുടെ കുടുംബം കൂടി നിറവേറ്റുവാനായിട്ട് ദൈവം സാധിപ്പിച്ചു. ഇത് ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെയും പഠിക്കേണ്ട കാര്യമാണ്. ഉറപ്പുള്ളവരായിരിക്കണം. ഇംഗ്ലീഷിൽ പറയുന്നത് ബി വെരി ഫേം ഇൻ യുവർ ഫൗണ്ടേഷൻ. കുടുംബം ശക്തമാകണമോ, കുടുംബം ഭദ്രമാകണമോ, ഫേം ഇൻ യുവർ ഫൗണ്ടേഷൻ. അത് ദൈവത്തിൻ്റെ വചനമാണ്. രണ്ടാമതായിട്ട് അതിൻ്റെ 8-ാമത്തെ വാക്യം, നിങ്ങൾ ഇന്ന് വരെ ചെയ്തതുപോലെ നിങ്ങൾ ദൈവമായ യഹോവയോട് പറ്റിച്ചേർന്നിരിപ്പീൻ. ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കുക. ഇംഗ്ലീഷിൽ ക്ലിങ് ടു ദ ലോഡ്. ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കുക. കുടുംബം ഭദ്രമാകണമെങ്കിൽ ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കണം. He is the matchmaker. He is the one who sustains and preserves us. So we must cling on to the Lord. ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കുക. മൂന്നാമതായിട്ട് അതുകൊണ്ട് 11-ാമത്തെ വാക്യം, അതുകൊണ്ട് നിങ്ങളുടെ ദൈവമായ യഹോവയെ സ്നേഹിപ്പാൻ പൂർണ്ണ മനസ്സോടെ ഏറ്റവും ജാഗ്രതയായിരിപ്പീൻ. ബി diligent. Diligent in loving God, diligent in serving God. I think this must be the passion of every family. സഭയെ സംബന്ധിച്ചോളം ഒരു ബിഷപ്പ് എന്ന നിലയിൽ ഈ സഭയിലെ എല്ലാ കുടുംബങ്ങളും ഈ രീതിയിലായിരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയും. Firm in the word of God, cling to the Lord in the midst of adversities and difficulties in all through situations, and be diligent in serving and loving God. ഇവരോടാണ് വീണ്ടും ജോഷുവ പറയുന്നത്, ആസ് ഫോർ മീ ആൻഡ് മൈ ഹൗസ് ഹോൾഡ് വി വിൽ സർവ് ദ ലോർഡ്. ഈ കുടുംബ സംഗമം അനുഗ്രഹമാക്കി തീർത്തല്ലോ. മുൻപോട്ടുള്ള കുടുംബ സംഗമത്തിൽ ദൈവത്തിൻ്റെ കൃപ കൂടെ ഇരിക്കട്ടെ. കഴിഞ്ഞ കുടുംബ സംഗമത്തിലും അതിനു മുമ്പൊക്കെ ഇവിടെ ഉണ്ടായിരുന്നവർ പലരും ഇവിടെ ഇല്ല. We do not know what is next for us, but today is God's gift for us. ഇന്ന് ദൈവത്തിൻ്റെ ദാനമാണ്. ഈ ദൈവത്തിൻ്റെ ദാനമായ ദിവസത്തിൽ ദൈവരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാം, നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കാം, നമ്മുടെ തലമുറകളെ സമർപ്പിക്കാം. ജോഷുവ പറഞ്ഞതുപോലെ അടിയുറച്ച വിശ്വാസത്തിൽ, അചഞ്ചലമായ വിശ്വാസത്തിൽ ദൈവത്തോട് പറ്റിച്ചേർന്നുകൊണ്ട് ജാഗരൂകരായി ദൈവത്തെ സ്നേഹിപ്പാനും സേവിപ്പാനും ദൈവം സഹായിക്കട്ടെ. ആസ് ഫോർ മീ ആൻഡ് മൈ ഹൗസ് ഹോൾഡ് വി വിൽ സർവ് ദ ലോർഡ്. ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവത്തെ സ്നേഹിച്ച് ജീവിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമിടുന്നു. ഈ ഒരു പ്രത്യേക അവസരത്തിൽ നിങ്ങളോടൊപ്പം പങ്കുചേരുവാൻ കർത്താവ് അനുവാദം തന്നു. ഇതിനുവേണ്ട ക്രമീകരണം ചെയ്ത വികാരി അച്ഛനോടും ഇടവ ചുമതലക്കാരോടും എല്ലാ കുടുംബങ്ങളോടും നന്ദി അറിയിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെ പ്രത്യേകമായ ആശംസകളും അനുമോദനങ്ങളും നിങ്ങളെ അറിയിക്കുന്നു. സഭയുടെ എല്ലാവിധമായ അനുമോദനങ്ങളും അറിയിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.
സർവശക്തനായ ത്രിയേക ദൈവമേ, സ്വർഗീയ പരമപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ വിശുദ്ധ ദിവസത്തിനായിട്ട് നന്ദിയോടെ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. ഒരു വർഷത്തിൻ്റെ അവസാന മാസത്തിലേക്ക് ഞങ്ങൾ അടുത്തു വന്നു. ഡിസംബർ മാസത്തിൻ്റെ 1-ാം ദിനത്തിൽ കർത്താവ് ഞങ്ങൾക്ക് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് കൃപ വന്നല്ലോ. നന്ദങ്കോട്ടവയ്ക്കായിട്ടും ഉടൽപ്പെട്ട എല്ലാ കുടുംബങ്ങൾക്കായിട്ട് ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. കുഞ്ഞുങ്ങളെയും യുവതിവാക്കന്മാരെയും മധ്യവയസ്കരെയും പ്രായത്തിലും ക്ഷീണതയിലുമായിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും കർത്താവെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ ഏവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഈ പട്ടണത്തിൻ്റെ ഹൃദയാന്തര ഭാഗത്ത് കർത്താവെ ഇപ്രകാരം ഒരു കൂടിയ ഒരു സ്വർഗം തന്നു ഓർത്തങ്ങ് വാഴ്ത്തുകയാണ്. കർത്താവ് കഴിഞ്ഞ കാലങ്ങളുടെ ശുശ്രൂഷ ചെയ്തവരെ ഓർക്കുന്നു. ഇപ്പോൾ നേതൃത്വം കൊടുക്കുന്ന സാമ്യത്തിനും കുടുംബത്തിനുമായിട്ട് അങ്ങ് വാഴ്ത്തുന്നു. ഇന്നത്തെ എല്ലാവിധമായ ശുശ്രൂഷയിലും കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നല്ലോ. പ്രാരംഭത്തിൽ കർത്താവ് ഞങ്ങളുടെ 5 കുഞ്ഞുങ്ങളുടെ സ്ഥിരീകരണ ശുശ്രൂഷ നിർവഹിപ്പാൻ കർത്താവ് സഹായിച്ചു. അവരോടൊന്ന് അനുഗ്രഹിക്കണമേ. അവർ വിശ്വാസത്തിനും വ്യതിചലിക്കാതെ സഭയോടുള്ള ബന്ധത്തിൽ കർത്താവെ ജീവിതകാലം മുഴുവൻ അങ്ങ് കൊടുക്കുന്ന അവസരങ്ങൾ അങ്ങക്ക് വേണ്ടി നിലകൊള്ളുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ത്രിയേക ദൈവത്തിൻ്റെ കൃപകൾ, അനുഗ്രഹ ആശീർവാദങ്ങൾ നാം ഇവരോടും ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളും ശിക്ഷ മുൻപോട്ടുള്ള നമ്മുടെ ജീവിതത്തോടും ആവശ്യം കൊണ്ട് ഇന്നും സദാകാലവും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നിൽക്കുമ്പോൾ തന്നെ കൊയർ ഞാനും എനിക്കുള്ള സർവ്വം എന്നുള്ള ഗാനത്തിൻ്റെ ഒരു സ്റ്റാൻസ പാടുന്നതായിരിക്കും.